നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അടുത്തിടെയായി രവി മോഹന്റെ വ്യക്തിജീവിതം വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 2024 സെപ്റ്റംബറിൽ ഭാര്യ ആരതിയുമായുള്ള വിവാഹമോചന വാർത്ത താരം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ഗായിക കെനീഷ ഫ്രാൻസിസുമായുള്ള താരത്തിന്റെ അടുപ്പവും വലിയ ചർച്ചയായി. എന്നാൽ 2026 മെയിൽ രവി മോഹനുമായി വേർപിരിയുകയാണെന്ന് കെനീഷ പ്രഖ്യാപിച്ചു. ചെന്നൈ കുടുംബ കോടതിയിലാണ് കേസുള്ളത്. രവി മോഹനാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത്. ആരതി പലതവണ സമമായ ശ്രമങ്ങൾക്ക് ശ്രമിച്ചുവെങ്കിലും സാധിച്ചിട്ടില്ല. ഈ ബന്ധവുമായി മുന്നോട്ടു പോകാൻ പറ്റില്ല എന്ന് ഉറച്ച തീരുമാനം രവി എടുത്തു. ഭാര്യ ആരതിയുമായുള്ള ബന്ധം വേർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് രവി കോടതിയെ സമീപിച്ചപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങും പരിഹാസവും നടന് അനുഭവിക്കേണ്ടി വന്നു. മാത്രമല്ല, മക്കളെയും നടന്റെ ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി. കൂടാതെ മാസം 40 ലക്ഷം രൂപ നടനിൽ നിന്ന് ജീവിത ചെലവിനായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാമെതിരെ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിയമ പോരാട്ടത്തിലായിരുന്നു നടൻ. അവസാനം കഴിഞ്ഞ ദിവസം കോടതിയുടെ ഉത്തരവ് വന്നു. ഇത്തവണ അത് രവിക്ക് അനുകൂലമായിരുന്നു. ചിലവിനായി 40 ലക്ഷം നൽകേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞു. പകരം ഡിവോഴ്സ് അനുവദിക്കും വരെ താൽക്കാലികമായി മാസം തോറും 3 ലക്ഷം രൂപ രവി ജീവനാംശമായി നൽകാൻ കോടതി ഉത്തരവിട്ടു. ഒപ്പം മക്കളെ കാണാനുള്ള അനുവാദവും നടന് ലഭിച്ചു. സാമ്പത്തിക തർക്കങ്ങൾക്ക് പുറമെ ദമ്പതികളുടെ മക്കളായ ആരവ്, അയാൻ എന്നിവരെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കോടതി വ്യക്തത വരുത്തി. കുട്ടികൾക്ക് അവരുടെ പിതാവിനെ കാണുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തരുത് എന്ന് കോടതി ആരതിയോട് കർശനമായി ആവശ്യപ്പെട്ടു. മക്കളെ കാണാൻ പലതവണ ശ്രമിച്ചിട്ടും നടക്കാതെ പോയതിലുള്ള വിഷമം മൂലവും വേർപിരിഞ്ഞിട്ടും ഭാര്യയിൽ നിന്നും അനുഭവിക്കുന്ന ടോർച്ചർ മൂലവും സഹികെട്ട് ജയൻ രവി കുറച്ചു മാസം മുൻപ് വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ തുറന്നടിച്ചിരുന്നു. തന്റെ മക്കളെ കാണുന്നതിൽ നിന്ന് ആരതി മനഃപൂർവ്വം തടയുകയാണെന്ന് രവി മോഹൻ നേരത്തെ പരസ്യമായി ആരോപിച്ചിരുന്നു. കനത്ത സുരക്ഷാ ജീവനക്കാരെ ഒപ്പം നിർത്തിയാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതെന്നും കുട്ടികൾക്ക് ഒരു കാർ അപകടം സംഭവിച്ചപ്പോൾ പോലും ആരതി തന്നെ വിവരം അറിയിച്ചില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. മറ്റുള്ളവരിൽ നിന്നാണ് ഈ വിവരം അറിഞ്ഞതെന്നും മക്കളെ കാണാൻ കഴിയാത്തതിൽ താൻ കടുത്ത മാനസിക വിഷമത്തിലാണെന്നും താരം കോടതിയെ അറിയിച്ചിരുന്നു. 2009 ജൂണിലായിരുന്നു രവി മോഹന്റെയും ആരതിയുടെയും വിവാഹം. നീണ്ട 15 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2024 സെപ്റ്റംബറിലാണ് തങ്ങൾ വേർപിരിയുകയാണെന്ന് നടൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തീരുമാനം തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഏകപക്ഷീയമായി എടുത്തതാണെന്നായിരുന്നു ആരതിയുടെ ആരോപണം. നിലവിലെ താൽക്കാലിക ഉത്തരവിലൂടെ ജീവനാംശം തുക നിശ്ചയിക്കപ്പെടുകയും മക്കളെ കാണാൻ നടന് അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പ്രധാന വിവാഹമോചന കേസിലെ അന്തിമവിധി വിചാരണ നടപടികൾ പൂർത്തിയായ ശേഷമേ ഉണ്ടാകൂ. ഇപ്പോഴത്തെ ജയൻ രവിക്ക് അനുകൂലമായി വിധി വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. കോടതിക്ക് ഇത്തിരി കനിവുള്ളതുകൊണ്ട് ജയൻ രവിക്ക് നീതി കിട്ടിയെന്ന കുറിപ്പിൽ പറയുന്നു. നോട്ട് ഓൾ മെൻ. വിവാഹം മുഴുവനായി എടുക്കുവാണെങ്കിൽ ഇരകൾ ബഹുഭൂരിപക്ഷവും സ്ത്രീകൾ തന്നെയായിരിക്കും. പക്ഷേ അതിന്റെ പിഴ അടക്കേണ്ടി വരുന്നത് എല്ലാം പുരുഷന്മാരുമാകരുത്. മക്കളെ ഒന്ന് കാണാൻ വേണ്ടി ജയൻ രവി ശ്രമിക്കുമ്പോൾ ബ്ലാക്ക് കാറ്റ്സിനെ വെച്ച് തടയുന്ന ഒരു ഭാര്യയാണ് ആരതി. മാസം 40 ലക്ഷം രൂപ ചിലവനായി ആവശ്യപ്പെട്ടാണ് ആരതി കേസിന് പോയത്. കോടതിക്ക് ഇത്തിരി കനിവുണ്ടായതുകൊണ്ട് അതുകൊണ്ട് അയാൾക്ക് കുറച്ച് നീതി കിട്ടി എന്നായിരുന്നു കുറിപ്പ്. ആരതി അന്നും ഇന്നും രവിയിൽ നിന്നും ലക്ഷ്യം വെക്കുന്നത് പണമാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്ന വിമർശനങ്ങൾ. കാരണം തമിഴ്നാട്ടിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് ആരതി. എന്നിട്ടും ജയൻ രവിയിൽ നിന്നും ചിലവനായി 40 ലക്ഷം രൂപ ആരതി ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ താരപത്നിക്കെതിരായിരുന്നു. രവി മോഹന്റെ ഭാര്യ ആരതിയുടെ അമ്മ സുജാത വിജയകുമാർ തമിഴ് സിനിമയിലെ പ്രമുഖ നിർമ്മാതാവാണ്. ഭൂമി തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചത് ഹോം മൂവി മേക്കേഴ്സ് എന്ന ഇവരുടെ ബാനറിലാണ്. ചെന്നൈയിലെ പ്രമുഖ ബിസിനസ് സിനിമാ നിർമ്മാണ കുടുംബമാണ് ഇവരുടേത്. ഇൻസ്റ്റഗ്രാമിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഫാഷൻ ഐക്കണുമാണ് ആരതി. സ്വന്തമായി വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ നിന്നായിട്ടും മാസം തോറും 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കേട്ടാൽ അറിയാം എന്താണ് ലക്ഷ്യമെന്ന്. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആളിൽ നിന്ന് വീണ്ടും പണം ഊറ്റിയെടുക്കാൻ നോക്കുന്നത് ഒട്ടും ശരിയല്ല. കോടതി ഈ ഹർജി തള്ളുകയും രവി മോഹന് മക്കളെ കാണാനുള്ള അവകാശം നൽകുകയും ചെയ്തത് വളരെ ശരിയായ തീരുമാനമാണ്. അർഹമായ നീതി തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത്യാവശ്യം സാമ്പത്തിക സുരക്ഷിതത്വമുള്ള സ്ത്രീകൾക്ക് വിവാഹമോചനത്തിന്റെ പേരിൽ ജീവനാംശം അനുവദിക്കരുത്. കുട്ടികൾക്ക് മാസച്ചെലവിന് ആവശ്യമായ തുക കൊടുക്കാൻ പറയുന്നതിൽ തെറ്റില്ല. അതും പൂർണ്ണമായി പുരുഷന്റെ തലയിൽ കെട്ടിവെക്കരുത്. സാമ്പത്തിക പശ്ചാത്തലം നോക്കി കുട്ടികളുടെ അമ്മയോട് കൂടി ആ ബാധ്യതയുടെ ഒരു വിഹിതം ഏറ്റെടുക്കാൻ കോടതികൾ പറയണമെന്നാണ് ജയൻ രവി അനുകൂലിച്ചവർ കുറിച്ചത്. അതേസമയം രവി മോഹൻ ആരതി ബന്ധം വേർപിരിയുകയാണെന്ന് വാർത്ത പുറത്തുവന്നതു മുതൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് താരദമ്പതികളാണ് വിജയും സംഗീതയും. ഭാര്യയും മക്കളെയും
ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയി എന്നാണ് ഇവർ രണ്ടുപേരും നേരിടുന്ന വിമർശനം. എന്നാൽ രവിയുടെയും വിജയുടെയും സാഹചര്യം ഒന്നായിരുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ആരതി രവിയുമായുള്ള വിവാഹ ബന്ധത്തിൽ രവി മോഹൻ ഇരയായിരുന്നു. വർഷങ്ങളോളം സാമ്പത്തിക ചൂഷണവും മാനസിക ഉപദ്രവവും ഉണ്ടായി. ഒടുവിൽ മനസ്സ് തളർന്ന ഘട്ടത്തിലാണ് ഗായിക കനീഷ ഫ്രാൻസിസുമായി അടുക്കുന്നത്. എന്നാൽ വിജയുടെ കാര്യം അങ്ങനെയല്ല. വിജയ് കാരണം സംഗീതയ്ക്കും തൃഷയ്ക്കും ഒരുപോലെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നാണ് നെറ്റിൽസൺസ് പറയുന്നത്. 2021 സംഗീത വിജയുടെ വിവാഹേതര ബന്ധം കണ്ടെത്തുന്നത്. എന്നാൽ അക്കാലത്ത് തുടങ്ങിയ ബന്ധമല്ല ഇത്. റിപ്പോർട്ടുകൾ പ്രകാരം വർഷങ്ങൾക്ക് മുൻപേ തൃഷയുമായി വിജയ് അടുത്തിരുന്നു. കുടുംബജീവിതത്തിന് മുൻഗണന നൽകി വിജയ് അന്ന് തൃഷയിൽ നിന്നും അകന്നു. അഭ്യൂഹങ്ങൾ പ്രകാരം സംഗീതയുമായുള്ള വിവാഹ ബന്ധത്തിൽ വിജയ് സന്തോഷവാനായിരുന്നില്ല. അച്ഛന്റെ സമ്മർദ്ദവും മറ്റും കാരണമാണ് വിവാഹം നടന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ തൃഷയിലേക്ക് വിജയ് തിരിച്ചെത്തി. ഇമേജ് തകരുമെന്നൊന്നും കാര്യമാക്കിയില്ല. ഒരുപക്ഷെ താൻ ആഗ്രഹിച്ച സന്തോഷവും സമാധാനവും വിജയ്ക്ക് ലഭിച്ചിരിക്കാം. എന്നാൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്നത് തൃഷയും സംഗീതയുമാണ്. മാന്യമായി സംഗീതയുമായി വിജയ്ക്ക് പിരിയാമായിരുന്നു. എന്നാൽ മാനസികമായി സംഗീത അങ്ങേയറ്റം വിഷമിച്ചു, അപമാനിതയായി. വിജയ് തൃഷയ്ക്കൊപ്പം യാത്രകളും മറ്റുമായി സന്തോഷിച്ചു. ഡിവോഴ്സ് ഫയൽ ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് സംഗീത എത്തേണ്ടി വന്നു. സംഗീത ആവശ്യപ്പെടുന്ന ജീവനാംശം നൽകാൻ പോലും വിജയ് തയ്യാറല്ല. മക്കൾ രണ്ടുപേരും സംഗീതയുടെ സംരക്ഷണത്തിലാണ്. പൂർണ്ണമായും സംഗീതയെ കൈവിടുകയാണ് വിജയ് ചെയ്തത്. മറുവശത്ത് തൃഷയുടെ പ്രതിച്ഛായയ്ക്കുണ്ടായ കോട്ടം ചെറുതല്ല. സിനിമാ രംഗത്ത് ഇതുവരെയും നല്ല പേരുണ്ടായിരുന്ന നടിയാണ് തൃഷ. ഇന്ന് വിജയ് ആരാധകർ പോലും തൃഷയെ കുടുംബം തകർത്തയാൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. വിജയ് ഇതിനെതിരെ പ്രതികരിക്കുന്നേയില്ല. വിജയ് ഒരുപക്ഷെ തന്റെ സന്തോഷം കണ്ടെത്തിയിരിക്കാം. ആഗ്രഹിച്ച പങ്കാളിയെ ലഭിച്ചു, തമിഴ്നാടിന്റെ ഭരണവും. എന്നാൽ തൃഷയ്ക്കും സംഗീതയ്ക്കും അതല്ല സാഹചര്യം. കോടികൾ ആസ്തിയുള്ള വിജയ്ക്ക് സംഗീത ആവശ്യപ്പെടുന്ന ജീവനാംശം നൽകി ബന്ധം മാന്യമായി ഒഴിഞ്ഞ് തൃഷയ്ക്കൊപ്പം ജീവിക്കാമായിരുന്നു. എന്നാൽ അതിന് തയ്യാറല്ല. ഇപ്പോഴും സംഗീതയാണ് നിയമപരമായി വിജയുടെ ഭാര്യ. തൃഷയാണ് വിജയുമായി ബന്ധമുള്ള നടിയെന്ന് സംഗീത തന്റെ ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഏറെ നാളായി ഇവരെക്കുറിച്ച് ഗോസിപ്പുണ്ട്. ഡിവോഴ്സ് പെറ്റീഷൻ പുറത്തുവന്ന ശേഷം തൃഷയെയും വിജയെയും ഒരുമിച്ച് പലയിടങ്ങളിലും ജനം കണ്ടു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.